ലോകരക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ജനന മരണങ്ങളും ഉയിർത്തെഴുന്നേൽപ്പും സ്വർഗാരോഹണവും കെട്ടുകഥകളല്ല. കാലചക്രത്തെ BC എന്നും AD എന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുള്ള ആ അത്ഭുതവാന്റെ സ്വർഗാരോഹണത്തെപ്പറ്റി, ദൈവപുത്രൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ആൾക്കാരുടെ വാക്കുകളിലൂടെ സംസാരിക്കുകയാണ് സൂസൻ പാലാത്ര. യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം. അനന്തരം യേശു ശിഷ്യന്മാരെ ബേഥാനിയോളം കൂട്ടിക്കൊണ്ടുപോയി. കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവരെ വിട്ടുപിരിഞ്ഞു സ്വർഗാരോഹണം ചെയ്തു. കർത്താവ് സ്വർഗത്തിലേക്ക് കയറുന്നതും ദൈവദൂതന്മാർ കർത്താവിനെ ആനയിക്കുന്നതും സങ്കീർത്തനം 24:7 മുതൽ 10 വരെ വാക്യങ്ങൾ. സ്വർഗത്തിൽ നിന്ന് മുഴങ്ങിക്കേൾക്കുന്നതുമായ വസ്തുതകളെല്ലാം അദീനയുടെ എഴുത്തുകൾ അഥവാ ശ്രീ യേശു ചരിതം എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവ് ആർ? ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവ് ആർ? സൈന്യങ്ങളുടെ യഹോവ തന്നെ, അവനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ്. യുഗങ്ങൾക്ക് മുമ്പേ ദാവീദ് രാജാവ് എഴുതിയ സങ്കീർത്തനം. സ്വർഗത്തിൽ നിന്ന് മാലാഖമാർ ആലപിച്ചു കേട്ടതും കണ്ടതുമായ അദീന തൻ്റെ അച്ഛനയച്ച കത്തുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 40-ാം ദിവസം രാവിലെ യേശു മറിയയുടെയും ലാസറിൻ്റെയും വീട് വിട്ടു പുറപ്പെട്ടു. തലേ രാത്രി മുഴുവനും താൻ അവിടെ ഇരുന്ന് സ്വർഗത്തിൻ മഹിമയെയും അതിലേക്ക് കടപ്പാനുള്ളവർക്ക് ആവശ്യം വേണ്ടതായ ഹൃദയശുദ്ധിയെയും സന്മാർഗമുറകളെയും വിശുദ്ധ നടപടികളെയും പറ്റി ഞങ്ങളോട് പറയുകയായിരുന്നു. തൻ്റെ മഹിമയേറിയ സ്വർഗീയ സ്വരത്തിൻ ശബ്ദം കേട്ടിട്ട് ഞങ്ങൾക്ക് ഉറക്കം വന്നില്ല. താൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ, കർത്താവേ, അങ്ങ് എവിടെ പോകുന്നുവെന്ന് മാർത്ത ചോദിച്ചു. യേശു അവളോട്, വന്നു നോക്കുക, ഞാൻ പോകുന്നിടവും നിങ്ങൾക്ക് പോകുവാനുള്ള വഴിയും അപ്പോൾ നിങ്ങൾക്ക് അറിയാം. എന്തെന്നാൽ നിങ്ങളും ഇനിയും എന്നിൽ വിശ്വസിക്കാനുള്ളവരൊക്കെയും ഞാൻ ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ മറിയം തൻ്റെ പാദാന്തികെ മുട്ടുകുത്തിക്കൊണ്ട്, ഉച്ചയ്ക്ക് വെയിലധികമായി സഹിക്കവയ്യാതാകുമ്പോൾ ഇങ്ങോട്ട് വന്ന് ഇവിടെ താമസിക്കണമേ എന്നപേക്ഷിച്ചു. യേശു അവളുടെ തലയിൽ കൈവച്ചുകൊണ്ട്, മറിയമ്മേ, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോവുകയാകുന്നു. കൈകളാൽ തീർക്കപ്പെടാത്ത ആ വാസസ്ഥലത്ത് നീയും താമസിയാതെ എന്നോട് കൂടെ വസിക്കും. എൻ്റെ കൂടെ വരിക, അവിടേക്കുള്ള വഴി നിനക്ക് അപ്പോൾ അറിയാം. പരീക്ഷ, കഷ്ടാനുഭവം, മരണം, പുനരുത്ഥാനം ഇവയാലത്രേ ഞാൻ നിത്യജീവനിലേക്ക് കടക്കുന്നത്. നീയും എന്നെ സ്നേഹിക്കുന്നവരൊക്കെയും ഇപ്രകാരം ഈ കഷ്ടങ്ങൾ അനുഭവിച്ച് എൻ്റെ പിന്നാലെ വരണം. ശവക്കുഴി എൻ്റെ സ്നേഹിതർക്ക് നിത്യജീവ ലോകത്തേക്കുള്ള വാതിലാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലാസറസിനെ അടക്കം ചെയ്തതായ കല്ലറയ്ക്കരികെ കൂടെ ബെഥാനിയ കുന്നിന്മേലേക്ക് താൻ സാവധാനത്തിൽ നടന്നുപോയി. തൻ്റെ കൂടെ മാർത്തയും മറിയയും ലാസറസും യോഹന്നാനും പത്രോസും യാക്കോബും ഞാനും ഉണ്ടായിരുന്നു. കുന്നിൻ്റെ താഴെയുള്ള ശ്മശാന ഭൂമിയിൽ ചെന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരെല്ലാം വന്നുയർന്നു. തൻ്റെ അപ്പോഴത്തെ മുഖഭാവവും സംസാരവും കണ്ടാറ് ഏതോ ഒരു വലിയ കാര്യം സംഭവിപ്പാൻ പോകുന്നുവെന്ന് ഞങ്ങൾക്ക് തോന്നി. നഗരത്തിൻ്റെ പുറത്തുള്ള മൈതാനത്തിലെത്തിയപ്പോൾ 500 ആളുകളോളം തൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വരുവാനുള്ള ആയുസ്സിൽ ഉണ്ടാകുവാൻ പോകുന്ന മഹത്തായ വെളിപാടുകളെ കുറെ കൂടെ കേൾപ്പാൻ ഇച്ഛിച്ചുകൊണ്ടായിരുന്നു അവർ വന്നത്. താൻ മലയിലേക്ക് പ്രാർത്ഥിപ്പാൻ പോകുകയാണെന്ന് ശിഷ്യന്മാരിൽ ഒരുവൻ അപ്പോൾ പറഞ്ഞു. ഇല്ല, ഉയർത്തെഴുന്നേൽപ്പിന്റെ ശേഷം താൻ മുമ്പത്തെ പോലെ അധികം പ്രാർത്ഥിക്കുന്നത് കാണുന്നില്ല എന്ന് പത്രോസ് പറഞ്ഞു. പാപത്തെയും ലോകത്തെയും മരണത്തെയും സാത്താനെയും ശവക്കുഴിയെയും ജയിച്ചവനായ താൻ ഇനി നമുക്ക് വേണ്ടിയല്ലാതെ തനിക്കായി പ്രാർത്ഥിച്ചിട്ട് ആവശ്യമില്ലല്ലോ
എന്ന് പറഞ്ഞ് തോമസ് ഭയത്തോടെ കർത്താവിനെ നോക്കി. പിന്നെ അവൻ എന്നോട് താൻ തൻ്റെ മുഖഭാവത്തിൻ ശക്തിയാലും തേജസ്സിനാലും നമ്മെ ഒരു വലിയ അതിശയം കാണിപ്പാൻ പോകുകയാണെന്നും പറഞ്ഞു. എന്തെന്നാൽ താൻ മലയിലേക്ക് കയറും തോറും തൻ്റെ മുഖത്ത് ദൈവതുല്യമായ തേജസ് കൂടി വന്നു. സീനായി പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്ന മോശയുടെ മുഖം പോലെ തൻ്റെ മുഖവും പ്രകാശിച്ചു. ഞങ്ങളെല്ലാവരും ഭയപ്പെട്ടതിനാൽ തൻ്റെ കൂടെ നടക്കുന്നതിന് പ്രാപ്തിയില്ലാതെ കുറെ പിന്നിലായിപ്പോയി. തൻ്റെ പ്രകാശത്തിന് ഭയങ്കരത്വം ഒട്ടും ഉണ്ടായിരുന്നില്ല. അത് ശുദ്ധതയും സമാധാനവും ഉള്ളതായിരുന്നു. മലയിൽ വെച്ച് ഏലിയായുടെയും മോശയുടെയും മുമ്പാകെ മറുരൂപപ്പെട്ടപ്പോൾ തൻ്റെ ഭാവം ഇപ്രകാരമായിരുന്നുവെന്ന് യോഹന്നാൻ പറഞ്ഞു. താൻ അധിക ഉയരമില്ലാത്ത ആ കുന്നിൻ മുകളിൽ ചെന്ന് അതിൻ്റെ മധ്യത്തിലായി ഏകനായിട്ട് നിന്നു. തൻ്റെ വസ്ത്രം സൂര്യനെ പോലെയും മുഖം ഇടിവാൾ പോലെയും പ്രകാശിച്ചതുകൊണ്ട് ഞങ്ങൾ അടുക്കാൻ ഭയപ്പെട്ടു. ഏതോ ഒരു വലിയ സംഗതി സംഭവിക്കാൻ പോകുന്നുവെന്ന് വിചാരിച്ച് ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു. ഇന്നതെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. യോഹന്നാൻ തൻ്റെ മുമ്പിൽ അടുത്തിയെന്ന് മുട്ടുകുത്തി ഗുരുവിൻ്റെ മേൽ സൂക്ഷിച്ചു നോക്കി. മധ്യാഹ്ന സൂര്യനെ നോക്കുമ്പോൾ തൻ്റെ ദിവ്യ ഗുരുവിനെ സന്തോഷത്തോടെ നോക്കുന്ന യോഹന്നാന്റെ മുഖം കണ്ണുനീരുകളാൽ നനഞ്ഞുപോയി. ഈ മഹാകാഴ്ചയുടെ മഹിമ എന്തായിരിക്കുമെന്ന് മനുഷ്യരാൽ ഗ്രഹിക്കാവുന്നതല്ലോ. സാക്ഷാൽ ദൈവപുത്രന്റെ മഹത്വവും പ്രഭാവവും ഏറിയ തിരുമുമ്പിൽ നിന്ന് പോകുകയോ അവിടെ തന്നെ നിൽക്കുകയോ എന്ത് ചെയ്യേണ്ടു എന്നറിയാതെ ബ്രഹ്മചിത്തരായ പുരുഷാരത്താൽ ആ കുന്ന് നിറഞ്ഞു. ആകാശം നീല നിറമായിരുന്നു. ഒരു മേഘം ഉണ്ടായിരുന്നില്ല. യേശുവിൻ്റെ ഇമ്പപ്പെട്ട വാസസ്ഥലവും താൻ ശത്രുക്കളാൽ പിടിക്കപ്പെട്ടിടവുമായ ഗത്സമനത്തോട്ടവും ആ കുന്നിൻ്റെ താഴെ യെരുശലേമിന് നേരെയായി കിടക്കുന്നു. കൊട്ടാരങ്ങളാലും ഗോപുരങ്ങളാലും മഹത്തായ ദൈവാലയത്താലും നിറഞ്ഞ യെരുശലേം അകലെ റോമരുടെ പുതുകുരിശുകളാൽ അലങ്കരിക്കപ്പെട്ട് കാൽവരിമല പൊങ്ങിക്കാണുകയും ചെയ്തു. യേശുവിൻ്റെ ശരീരം അടക്കിയിരുന്നതായ യൗസേഫിൻ്റെ കല്ലറയുടെ അടുക്കൽ നിൽക്കുന്ന ഒലിവുമരങ്ങൾ ഉയർന്നു കാണായി.